ഡേ 2 കോക്കനട്ട് ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി മാർബിൾ മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദനാങ്ങിൽ നിന്ന് ഏകദേശം ഒരു 7 to 8 കിലോമീറ്റേഴ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ മാർബിൾ മൗണ്ടനിലേക്ക്. നമ്മളിവിടെ ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ നമ്മുടെ അറ്റയറാണ്. നമ്മൾ ഒരു അറൗണ്ട് ഒരു 200 സ്റ്റെപ്സോളം നമുക്ക് ക്ലൈംബ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഷൂസ് അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ക്ലൈംബ് ചെയ്യാൻ. കാരണം കുത്തനെ കയറ്റം പോലെയാണ് ഇത് ഇവിടെ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ബെഞ്ച്, ചെയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഇതിലേക്ക് എൻട്രി ആവുകയാണ്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് 7 AM ടു ഈവനിങ് 5:30 PM ആണ്. നമുക്ക് ഇവിടെ ഒന്ന് ശരിക്കും കണ്ടുവരാൻ തന്നെ ഏകദേശം ഒരു 2 hours ടൈം നമ്മൾ എടുക്കും. ക്ലൈംബ് ചെയ്ത് മേളിൽ കയറി അങ്ങനെ ഒരു 2 hours എടുക്കും. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങളാണ് ഉള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മുടെ ഗൈഡിൽ നിന്നും മനസ്സിലാക്കിയതാണ്. നമ്മൾ പറയില്ലേ വായു, ജലം, അതുപോലെ തന്നെ ആ പഞ്ചഭൂതങ്ങളാണ് ഇവിടെ ആരാധിക്കുന്ന ഒരു രീതിയിലാണ് ഇവർ ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ലൈം സ്റ്റോൺസ് ആണ് ഇവിടെ ഫുള്ളുള്ളത്. 5 ലൈം സ്റ്റോൺസ് കൂടി ചേർന്നിരിക്കുന്നതാണ് ഇത്. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ എന്നുള്ളത് ആ ഒരു സാധനം ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മെയിൻലി നമ്മളിത് കയറി ചെല്ലുമ്പോൾ ഫുൾ ആൾക്കാർ കൂടുതൽ ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. കാരണം ഒത്തിരി ആൾക്ക് വിയറ്റ്നാമീസ് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന, അതായത് വിയറ്റ്നാമിൽ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ടൗണിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു കൾച്ചറിൻ്റെ രീതിയിൽ അവരുടേതായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഫോട്ടോസ് എടുക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക്, അതായത് ഈ ലൈം സ്റ്റോൺസിൻ്റെയൊക്കെ മാർബിൾ മൗണ്ടൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഫുൾ ബുദ്ധയുടെ സ്റ്റാച്യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലേഡി ബുദ്ധ ഉണ്ടാവും, അല്ലാത്ത ബുദ്ധ ഉണ്ടാവും. അങ്ങനെ ഇത് എന്താ പറയുക, ഫുൾ ഓഫ് ബുദ്ധയാണ്. നമ്മൾ ഏത് സ്പോട്ടിൽ ചെന്ന് നോക്കിയാലും അവിടെ ഇങ്ങനെ അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുദ്ധയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനാണ്. കാരണം നമ്മളിതിൻ്റെ ഉള്ളിൽ ചെന്നാലേ അറിയത്തുള്ളൂ ഇത് എത്ര വലിയ ഹ്യൂജ് ആയിട്ടുള്ള സാധനമാണെന്നുള്ള കാര്യം. പക്ഷെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള അതിൻ്റെ അകത്തും ഇലക്ട്രിസിറ്റി, നമുക്ക് വേണ്ട വാട്ടർ, എല്ലാ സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്ത് ഇത് ഭയങ്കര അടിപൊളിയായിട്ട്, അത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെയാണ് ഇവരിതിനെ കൊണ്ടു നടക്കുന്നത്. കാരണം ഒത്തിരി വർക്ക്, ഈ മേളിൽ വരെ ഇതിൻ്റെ ഓരോ സ്റ്റാച്യൂസും അല്ലെങ്കിൽ ഓരോ വർക്കുകളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര എഫേർട്ട് നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇവരത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാം പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് ഭയങ്കര ഭംഗിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നൊരു, നമ്മളിവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഭംഗി എന്താണെന്ന്. ഈ ക്യാമറയിൽ കാണുമ്പോഴും നമുക്ക് അത്രയും അത് ഡീപ്പായിട്ട് മനസ്സിലാവണമെന്നില്ല. കാരണം ഒത്തിരി ഹൈറ്റിലൊക്കെയാണ് ഈ ബുദ്ധനെയൊക്കെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ്. പിന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈം സ്റ്റോണിൻ്റെ അവിടെ നിന്ന് കുറേ നാച്ചുറൽ ലൈറ്റ് നമുക്ക് കിട്ടുന്ന പോലെയുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ഡിവൈൻ സ്പേസ് ആണ് നമ്മളിവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് ചെല്ലുന്നത്. ബാക്കിയുള്ള വിയറ്റ്നാമീസൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ട് നന്നായിരുന്നു പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അറൗണ്ട് ഒരു നൈറ്റ് ആവാറായി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോയാൻ മാർക്കറ്റിലേക്കാണ്. അതായത് നമ്മൾ ഈ റീലിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി വെച്ചിരുന്നൊരു സ്പേസാണ് കേട്ടോ ഈ ഹോയാൻ മാർക്കറ്റ്. അതായത് നമുക്ക് എല്ലാം ചീപ്പായിട്ട് അല്ലെങ്കിൽ എല്ലാം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിട്ടാണ് ഇതിനെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഹോയാൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചുറ്റും കടകളാണ്. പല രീതിയിലുള്ള ഓരോ ഡെക്കർ ഐറ്റംസ് ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, പിന്നെ വലിയ വലിയ ബ്രാൻഡുകളുടെ ഫസ്റ്റ് കോപ്പി ഷൂസ് ആയിക്കോട്ടെ, ക്രോക്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ മാർക്കറ്റ്. ഡ്രസ്സ് ആയിക്കോട്ടെ, ലൂയി വിത്തൻ്റെ ഒക്കെ ഡ്രസ്സ്, ബാഗ്, അങ്ങനെ പലതിൻ്റെ, ക്രിസ്ത്യൻ ഡിയോർ, അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഫസ്റ്റ് കോപ്പീസ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തത് ചൈനീസ് ട്രഡീഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ്, നമ്മൾ പറയുന്നത് പാറ്റ, ഓന്ത്, അങ്ങനെയുള്ള പാമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒത്തിരി നമുക്ക് അവൈലബിൾ ആട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. ഇതാണ് വേറൊരു പ്രത്യേകത മാർക്കറ്റിൻ്റെ. അതായത് നമുക്കിങ്ങനെ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു ബോട്ട് ഉണ്ടാവും. ആ ബോട്ടിൽ കയറി നമുക്ക് ലേക്ക് ഫുൾ കറങ്ങാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ലാൻറ്റേൺ വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് കുറച്ച് പൈസ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 100 രൂപ അത്രയും കണ്ടൊക്കെ ഉള്ളൂ. നമുക്ക് ആ ലാൻറ്റേൺ വാങ്ങിച്ചിട്ട് നമ്മുടെ വിഷ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി വിടാം. മറ്റേ കല്യാൺ രാമനിൽ കണ്ടിട്ടില്ലേ, ആ സെയിം സെറ്റപ്പ് തന്നെ ഞങ്ങളും കുറേ വാങ്ങിച്ചു. അതിൻ്റെ വിഷൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴുക്കി വിട്ടു. ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ
ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ആണ്. ഓൾറെഡി ഞാൻ വിയറ്റ്നാമിൽ വന്നപ്പോഴേ പറഞ്ഞു ഇവിടെ എല്ലാം ഭയങ്കര ലാൻഡേണിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഇവരുടെ. അതുപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ചെന്ന് കഴിയുമ്പോൾ പല പല കളേഴ്സിലുള്ള ലാൻഡേൺസും എല്ലാവരും ഈ മാർക്കറ്റിൽ ചെന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ലൈറ്റൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണിത്. കാരണം നമ്മൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഈ മാർക്കറ്റ്, ഹൊയാൻ മാർക്കറ്റ്. ഹൊയാനിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈറ്റ്സ് കാരണം ഭയങ്കര എന്താ പറയുക ഭയങ്കര കളർഫുള്ളാണ് ഈ മാർക്കറ്റ് ഫുള്ള്. എല്ലാവരും ഭയങ്കര ലൈവായിട്ട് രാത്രി എത്ര ലേറ്റ് ആയാലും എല്ലാവരും എന്തോ ആൾക്കാരാണെന്നറിയോ ഫുള്ള് ലൈവായിട്ട് എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് ബിസിനസ്സാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. അപ്പം ഞങ്ങളടുത്ത് ഗൈഡ് പറയുണ്ടായിരുന്നു അടുത്ത ദിവസം നിങ്ങളിവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കോപ്പി ഇവിടെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. കാരണം അത്രയ്ക്ക് നമ്മൾ കാണുന്ന എല്ലാ സാധനത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആക്കി കിട്ടും. നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കാരണം നാട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഡെക്കർ ഐറ്റംസ് പോലത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തു. പിന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഫ്ലോട്ടിങ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഫ്ലോട്ടിങ് ആയിട്ടുള്ള ആ റിവറിലേക്ക് നോക്കി നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം കൂടുതൽ ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്കിത് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. കുറേ ഫോട്ടോസ് എടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം അവർ തന്നെ ക്യാമറ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുത്തു തരും. ജസ്റ്റ് ഒരു നമ്മുടെ നാട്ടിലൊരു 350 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്കിവിടെ ഓരോ ആംഗിളിൽ കൊണ്ടുപോയിട്ട് ഓരോ സ്പേസിൽ കൊണ്ടുപോയിട്ട് നമുക്കിങ്ങനെ എടുത്തു തരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആണ് വിയറ്റ്നാമിൽ.